കടമെടുപ്പും ദുരിതാശ്വാസവും മുതൽ എയിംസ് വരെയുള്ള ആവശ്യപട്ടികയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും 4 കേന്ദ്രമന്ത്രിമാരെയും കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സംഘം. അനുഭാവപൂർവമായ പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മടക്കം. സുപ്രധാന ആവശ്യങ്ങളോട് കേന്ദ്രം മുഖം തിരിച്ചു നിൽക്കുന്നതിനാലാണ് ഡൽഹിക്ക് പോയതെന്നും അവിടെ നിന്ന് കിട്ടിയ ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്നാണ് വിശ്വാസമെന്നും മുഖ്യമന്ത്രി. അതിനിടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രാനുമതി അപേക്ഷ കേന്ദ്രം തള്ളിയതായി റിപ്പോർട്ട്. ഗസയിലെ വെടിനിർത്തലിൽ ആശ്വാസ നെടുവീർപ്പിട്ട് ലോകം. വിപണികൾക്ക് ഉണർവ്. സെൻസെക്സ് 0.5% മേലോട്ട്. കനകസിംഹാസനം കയറിയ സ്വർണത്തിനാകട്ടെ പിരിമുറുക്കം കുറഞ്ഞതിന്റെ ഇടിവ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം ഇതാദ്യമായി സ്വകാര്യ മേഖലയിലെ പ്രൊഫഷണലുകൾക്കായി തുറന്ന് കേന്ദ്ര സർക്കാർ. പൊതുമേഖലയിലെ ഉന്നതതല നിയമന പ്രക്രിയ ഫലത്തിൽ ഗണ്യമായ മാറ്റത്തിലേക്ക്. പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12-ൽ നിന്ന് 3 ചുരുക്കാനും ഇതിനൊപ്പം ശ്രമം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് IT ജീവനക്കാരെ എത്രത്തോളം ബാധിക്കുമെന്നതിന് തെളിവായി TCS. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള 3 മാസത്തിൽ ജീവനക്കാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് 20,000-ഓളം. ഇപ്പോൾ ആകെ ജീവനക്കാർ 5,93,000. പ്രഷർ കുക്കർ നിർമ്മാണത്തിൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ച വ്യവസായി TT ജഗന്നാഥൻ ബംഗളൂരുവിൽ അന്തരിച്ചു. രോഗഗ്രസ്തമായി പോയ ഘട്ടത്തിൽ നിന്ന് TTK ഗ്രൂപ്പിനെ കടമൊന്നുമില്ലാത്ത ലിസ്റ്റഡ് കമ്പനിയാക്കിയത് ജഗന്നാഥന്റെ ദിശാബോധം. അതും ക്യാൻസറിനോട് പൊരുതുന്നതിനിടയിൽ. TTK പ്രസ്റ്റീജ് ഇന്ത്യൻ അടുക്കളകളുടെ പ്രസ്റ്റീജാക്കി മാറ്റിയ ശേഷമാണ് വിടവാങ്ങൽ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.